യു ഡി എഫിന്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് പൊതുജനം അറിഞ്ഞു കഴിഞ്ഞു. യു ഡി എഫ് നിയമസഭാ പോരാട്ടത്തിന് സജ്ജരായി എന്നാണ് യു ഡി എഫുകാരും കോൺഗ്രസുകാരും വീമ്പിളക്കുന്നത്. ചില മാധ്യമങ്ങളും അങ്ങനെ വീമ്പിളക്കുന്നുണ്ട്. എന്നാൽ യു ഡി എഫ് ഇന്നലെ നടന്ന യോഗത്തിൽ അവരുടെ പടലപ്പിണക്കങ്ങളും അവരുടെ ചാക്കിട്ടുപിടുത്തവും മറനീക്കി പുറത്തു വന്നു എന്ന് തെളിയിക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും ശരി. കാരണം സുവ്യക്തമാണ്. ഇന്ന് മലയാള മനോരമയുടെ 1-ാം പേജിൽ പോലും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വെല്ലുവിളി എഴുതി വെച്ചിട്ടുണ്ട്. കാമരാജ് കോൺഗ്രസ് സംസ്ഥാനത്ത് വലിയ ശക്തിയൊന്നുമല്ല, പക്ഷേ കാമരാജ് കോൺഗ്രസിനെ ഒപ്പം കൂട്ടണം, യു ഡി എഫിന് ഒപ്പം നിർത്തണം എന്നൊരു ആഗ്രഹം വി ഡി സതീശാദികൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, അതായത് നമ്മുടെ സി കെ ജാനുവിന്റെ പാർട്ടി, അവരെയും ഒപ്പം ചേർത്തു. പി വി അൻവറിനെയും ഒപ്പം ചേർത്തു. പി വി അൻവറിന്റെ കഥ വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. എങ്കിലും ഈ മുന്നണി ബാന്ധവം, 10 ഘടക കക്ഷികൾ, 2 അസോസിയേറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഇവരൊക്കെ ചേർന്ന് ഒരുമിച്ച് പോരാട്ടം നയിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം. ആ തീരുമാനത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. പക്ഷെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള ഭയപ്പാട് കൃത്യമായി മനസ്സിലാക്കുകയും വേണം. ഭയപ്പാട് എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാരിനെതിരെ കൊടുമ്പിരി കൊള്ളുന്ന പ്രചരണവും അതുപോലെ തന്നെ തന്ത്രങ്ങളുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അതിൽ ഒരു പരിധി വരെ എന്നല്ല, അതിൽ കൂടുതൽ, ഒരു 90% ബി ജെ പിക്ക് വെള്ളം കോരുന്ന അവസ്ഥയിലായിരുന്നു എന്നതിലും തർക്കമില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെങ്കിലും. എന്താണ് യു ഡി എഫിന്റെ പരാജയ ഭീതി? വോട്ടിന്റെ കണക്കുകളൊക്കെ കൃത്യമായി ഇപ്പോൾ വന്നല്ലോ. 29%-ലധികം വോട്ട് കോൺഗ്രസ് നേടി, 27%-ലധികം വോട്ട് ഇടതുമുന്നണിക്ക് ലഭ്യമായി, 14%-ലധികം വോട്ട് ബി ജെ പിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിച്ചു. അതിന് താഴെ 10%-ഓളം വോട്ട് മുസ്ലിം ലീഗിന് ലഭിച്ചു, 5%-ഓളം വോട്ട് സ്വതന്ത്രന്മാരും കൊണ്ടുപോയി. ഇതാണ് ഏകദേശ കണക്ക്. സംസ്ഥാനത്തെ 4ാമത്തെ വലിയ രാഷ്ട്രീയ കക്ഷി, ഒറ്റ കക്ഷിയായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട നേട്ടം യു ഡി എഫിലെ മുന്നണി രാഷ്ട്രീയത്തിൽ. കോൺഗ്രസിന് ഭയപ്പാട് ഉണ്ടാകുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിക്ക് ഭയപ്പാട് ഉണ്ടാകുന്നത് എവിടെയാണ്? ലീഗിന്റെ വളർച്ച, അത് കോൺഗ്രസിന്റെ തളർച്ച തന്നെയാണ്. ലീഗ് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സ്ഥിതി യു ഡി എഫിൽ ഉണ്ട് എന്ന് നാൾക്കുനാളായി പലരും പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഇവർ 4, 3, 7 പേരുള്ള രാഷ്ട്രീയ കക്ഷികളെ പോലും ഒപ്പം ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവർ ഒപ്പം കൂട്ടുന്നത്? അവിടെയാണ് ഭയത്തിന്റെ പ്രധാന കാരണം. കണക്കുകൾ വ്യക്തമായി പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് 2% വോട്ടിന്റെ കുറവ് മാത്രമാണ് കോൺഗ്രസുമായുള്ളത്, അല്ലെങ്കിൽ യു ഡി എഫുമായുള്ളത്. ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ആളിക്കത്തിച്ചു എന്ന് പറയുമ്പോഴും വെറും 2% വോട്ട് മാത്രമാണ് യു ഡി എഫിന് കൂടുതൽ ലഭിച്ചത്. നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഇപ്പോഴും 64 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയാണ് 1-ാം സ്ഥാനം, ഇടതുമുന്നണിക്കാണ് ഭൂരിപക്ഷം. ഈ കണക്കാണ് യു ഡി എഫിനെ ഭയപ്പാടിൽ കൊണ്ട് എത്തിക്കുന്നത്. ഈ ഭയം മറികടക്കാനാണ് 4, 3, 7 പേരുള്ള രാഷ്ട്രീയ കക്ഷികളെ കൂടി ഒപ്പം നിർത്തിയാലേ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന ചിന്ത യു ഡി എഫ് കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് വി ഡി സതീശാദികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി പി വി അൻവറിനെ കൊണ്ട് വി ഡി സതീശനെ പരസ്യമായി തെറിവിളിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പിണറായി വിജയനേക്കാൾ മോശം കക്ഷിയാണ് വി ഡി സതീശൻ, അങ്ങോട്ടേക്ക് ഇനി ഇല്ല എന്ന് പി വി അൻവർ പറഞ്ഞു. പക്ഷെ ആ പി വി അൻവറിനെ അസോസിയേറ്റ് അംഗത്വം കൊടുത്തിട്ടുണ്ട് പി വി അൻവറിന്റെ തൃണമൂൽ പാർട്ടിക്ക്. അതുപോലെ സി കെ ജാനു, എ കെ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരം തെറിവിളിച്ച് ബി ജെ പിയിൽ നിന്ന വ്യക്തിയാണ്. ആ സി കെ ജാനുവിനും അസോസിയേറ്റ് അംഗത്വം കൊടുത്തു. ഈ സി കെ ജാനുവിനെ കൊണ്ടോ പി വി അൻവറിനെ കൊണ്ടോ വ്യക്തമായി യാതൊരു കാര്യവും യു ഡി എഫിന് ചെയ്യാൻ കഴിയില്ല എന്ന് സതീശൻ അറിയാം. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇടതുമുന്നണിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടാനുള്ള അണിയറ പ്രവർത്തനങ്ങളും യു ഡി എഫ് നടത്തുന്നുണ്ട്. പല ആളുകളെ കൊണ്ടും ഔദ്യോഗികമായും അനൗദ്യോഗികമായും ജോസ് കെ മാണിയെ വിളിക്കാനും ജോസ് കെ മാണിയെ കാണാനും ഒക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ വാതിൽ അടച്ചു. ആരടച്ചു? ജോസ് കെ മാണി അടച്ചു. ഇടതുമുന്നണിയിൽ നിന്ന് വിട്ടുപോരേണ്ട ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം കേരള കോൺഗ്രസ് എം നേരിടുന്നില്ല എന്ന് അദ്ദേഹം
സുവ്യക്തമായി തന്നെ മറുപടി കൊടുത്തപ്പോൾ ഇവർക്ക് കാര്യം ബോധ്യപ്പെട്ടു, ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ പോയാൽ ശരിയാകില്ല, UDF-ലേക്ക് മാണി കോൺഗ്രസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ബോധ്യമായി. ഒപ്പം കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അമരത്തിരിക്കുന്ന PJ ജോസഫ് മാണി കോൺഗ്രസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് ആണല്ലോ UDF കൺവീനർ. UDF-ന്റെ അമരത്ത് ചെയർമാൻഷിപ്പ് VD സതീശനുണ്ടെങ്കിലും UDF കൺവീനർ അടൂർ പ്രകാശ് ആണല്ലോ. അടൂർ പ്രകാശിനെ സംസാരിപ്പിക്കാൻ അനുവദിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, അടൂർ പ്രകാശ് പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ പ്രകാശിനാകും ക്രെഡിറ്റ് പോവുക എന്ന ഭയം VD സതീശന് ഉണ്ട് എന്ന് വ്യക്തമാണ്. ഇനി ഇവർ എന്താണ് പറയുന്നത്, ജനുവരി 15 2026 ജനുവരി 15 സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കും. 2026 ഫെബ്രുവരിയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. അതിനുശേഷം ഫെബ്രുവരി ആദ്യവാരം തന്നെ VD സതീശൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു മാർച്ച് നടത്തും, ഒരു ജാഥ നടത്തും. ഇടയ്ക്ക് നടത്തിയ ജാഥകളൊക്കെ കണ്ടു. തെക്ക് നിന്ന് വടക്കോട്ട് രമേശ് ചെന്നിത്തല നടത്തും, വടക്ക് നിന്ന് തെക്കോട്ട് VD സതീശൻ നടത്തും, ഇടയ്ക്ക് മധ്യ കേരളത്തിലൂടെ K മുരളീധരൻ നടത്തും. പക്ഷെ ഇവിടെയെങ്ങും ആൾക്കൂട്ടമോ ആളോ ആരവങ്ങളോ ഇല്ലാത്ത അവസ്ഥ. അന്ന് ഒരു ജാഥ നടത്തിയപ്പോൾ, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആ സമയത്തൊക്കെ ഒരു വലിയ ജാഥ നടത്തി, മലയോര ആളുകളെ കൂടെ ചേർക്കാൻ വേണ്ടി, മലയോര കർഷകർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ജാഥ നടത്തി. അതിനകത്ത് PV അൻവറിന്റെ സാന്നിധ്യമൊക്കെ നമ്മൾ വായിച്ചും കണ്ടുമൊക്കെ അറിഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ആ ഭാഗങ്ങളിലൊന്നും തന്നെ കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. അവിടെ ആ നിയമസഭാ മണ്ഡലങ്ങളിലും LDF-നാണ് മേൽക്കൈ എന്നതാണ് പച്ച പരമാർത്ഥം. ആ മേൽക്കൈ തകർക്കണമെങ്കിൽ ചെറിയ കക്ഷികളെ പോലും കൂടെ കൂട്ടി UDF മുന്നണി വിപുലീകരിക്കുക എന്ന ഒരു രസതന്ത്രമാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഗെയിം പ്ലാന് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഇവർക്ക് തന്നെ നാണം തോന്നണം. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജനങ്ങൾ ഇടതുമുന്നണിയുടെ വികസന സാധ്യതകളും വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നുണ്ട് എന്ന ഭയം സതീശനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും പ്രത്യേകിച്ച് UDF ഘടകകക്ഷികളിലെ പലരെയും അലട്ടുന്നുണ്ട് എന്നത് പരമാർത്ഥമാണ്. ആ ഭയത്തിൽ നിന്നാണ് UDF-ന്റെ ഈ വെപ്രാളം മുഴുവനും.